നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ട എന്ന നേതൃത്വത്തിന്റെ തീരുമാനം കെ സുധാകരനും അടൂർ പ്രകാശും അംഗീകരിച്ചതിന്റെ ആശ്വാസത്തിൽ കോൺഗ്രസ്. മറ്റന്നാൾ മുതൽ UDF സ്ഥാനാർത്ഥികൾക്കായി കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങും. സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ സുധാകരൻ അതൃപ്തി ഉണ്ടായിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് 24-നോട് പ്രതികരിച്ചു. ഇല്ലെന്ന് പറയുന്നില്ല, ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അക്കാര്യത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അഭിപ്രായ സമന്വയത്തിലെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ സുധാകരനൊന്നും പറയാതെ തന്നെ സുധാകരൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും അഭ്യൂഹങ്ങൾ അഴിച്ചുവിട്ടു. അതെല്ലാം അവസാനിപ്പിച്ചു, അത് ഒക്കെ അസ്ഥാനത്തായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അതോടുകൂടി അതൊരു അടഞ്ഞ അധ്യായമാണ്. മാധ്യമ സൃഷ്ടി എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കേരളത്തിലെ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വേഗത്തിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. സീറ്റ് വിഭജനം ഒരു അപസ്വരവും ഇല്ലാതെയാണ് UDFിൽ പൂർത്തിയാക്കിയത്, ചരിത്രത്തിൽ ആദ്യമായിട്ട്. ഇവിടെ 48 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ നിർമ്മിച്ച് പൂർത്തിയാക്കി. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ വികാരമാണത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോൺഗ്രസിനെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി ആക്രമിക്കുകയാണ്. സുധാകരൻ എന്താ പറഞ്ഞത്? പാർട്ടിയാണ് വലുത്, ഞാൻ ചെറുതാണെന്നാണ്. നിങ്ങൾ ആ പാവത്തിൽ എന്തിനാണ് അധിക്ഷേപിച്ചത്? നിങ്ങൾ എത്രമാത്രം മോശം, അദ്ദേഹം നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് അടൂർ പ്രകാശ് MP പറഞ്ഞു. എന്നാൽ താൻ മത്സരിക്കണമെന്നായിരുന്നു കോന്നിയിലെ ജനങ്ങൾ ആഗ്രഹിച്ചതെന്നും അടൂർ പ്രകാശ്. കോന്നിയിലെ ജനങ്ങൾ വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ നിന്നും അതിന് അനുമതി കിട്ടുന്നു എങ്കിൽ മത്സരിച്ചാൽ കൊള്ളാമെന്ന താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. MPമാർ തൽക്കാലം മത്സരിക്കേണ്ടതായിട്ടില്ല എന്ന തീരുമാനമെടുത്തു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, എന്നെ വിശ്വാസത്തിലെടുത്തവരുണ്ട്. അവർക്ക് അവരുടെ മുമ്പിൽ ഞാൻ ആ FB പോസ്റ്റ് വീണ്ടും ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ ഇട്ടിരുന്നു. അപ്പോൾ അത് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പിൻവലിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.